ഈ ദിവസങ്ങളിൽ തെന്നിന്ത്യൻ സിനിമാ ലോകം രണ്ട് താരങ്ങൾക്ക് പിന്നാലെയാണ്. ഐക്കൺ സ്റ്റാർ അല്ലു അർജുന്റെ അറസ്റ്റ് ആന്ധ്രയിലും തെലങ്കാനയിലും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. പിന്നാലെയാണ് തമിഴ്നാടനും ടിവിക്ക് അധ്യക്ഷനുമായ വിജയും നടി തൃഷയും തമ്മിൽ പ്രണയത്തിലാണെന്ന രീതിയിൽ സൈബർ ക്യാമ്പയിനും നടക്കുന്നത്. ഈ വിഷയങ്ങൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവ്. 18 മണിക്കൂർ നീണ്ട ജയിൽവാസത്തിന് ശേഷം അല്ലു അർജുൻ പുറത്തിറങ്ങിയതോടെ ആരാധകർ വലിയ ആവേശത്തിലാണ്. ഒപ്പം സർക്കാരിനും പോലീസിനുമെതിരെ പ്രതിഷേധവും ആളിക്കത്തുന്നുണ്ട്. ചലച്ചിത്ര താരങ്ങളും സംവിധായകനും അടക്കമുള്ളവർ അല്ലു അർജുനെ ഹൈദരാബാദിലെ വീട്ടിലെത്തി സന്ദർശിച്ചു. Thank you. I'm safe. Nothing to worry. I'm doing well. Thank you very much. And I also like to tell that I'm a law-abiding citizen. I respect the law, and I will cooperate with them, and I'll do the needful. And very importantly, I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film and there was an accident. That is totally unintentional. Went to watch a movie and due to an unfortunate accident there's been a loss of a person, and we're always very sorry for whatever's genuinely happened, and it's purely out of my personal control, and I've been doing that for the last 20 years. Last 20 years I've been going to watch my films, and I've been to that place not just only for my film, for my uncle's films. I've been there more than 30 times in my life. Never something like this has ever happened. It is purely accidental, purely unfortunate, and I will be there for the family to support them in whatever way I can. We can never cover the loss of the death of a person, but in whatever possible way I will be there for the family to support them. And once again, I'd like to thank each and every one of you from all over. बहुत शुक्रिया सबके लिए, अंदर के प्रति ఒక్కరికి చూసే ప్రతి ఒక్కరికి ధన్యవాదాలు తెలియజేసుకుంటున్నాను. థ్యాంక్ యూ అండి. థ్యాంక్ యూ for each and everyone across all over. Thank you for your love. I'm here today like this because of your love. Thank you. సపోర్ట్ చేసిన అభిమానులకు కానీ of course I love my fans. Everybody knows that I love my fans. ఇండస్ట్రీ కూడా പുഷ്പ 2 റിലീസിനിടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു യുവതി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി കഴിഞ്ഞ ദിവസം അല്ലു അർജുനെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ അറസ്റ്റ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പകപോക്കലാണ് എന്ന വിമർശനം, ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. മനു ഭരത് ചേരുന്നു വിശദാംശങ്ങളുമായി. മനു, നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ ഇവിടെ ബലാത്സംഗ കേസിൽ പോലും ഒരു ചലച്ചിത്ര താരങ്ങൾ പെട്ടുകഴിഞ്ഞാൽ, പ്രതികളായി കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ കേരള പോലീസ് സൗകര്യമൊരുക്കുകയും ജാമ്യ അപേക്ഷയുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമൊരുക്കും. അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടാകാറ്. നമ്മൾ ഈ സമീപകാലത്ത് ഈ വാർത്തകളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ തെലങ്കാനയിൽ മറിച്ചായിരുന്നു. ഒരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തി ഒരു സൂപ്പർ താരം, ഐക്കൺ സ്റ്റാർ ആയിട്ടുള്ള അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നു. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഈ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഒരു പകപോക്കലാണെന്ന വിമർശനമാണല്ലോ ഉയർന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ മനു? ടോം, ഈ ഒരു കേസ് വരുമ്പോൾ സ്വാഭാവികമായും എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യമായ പരിരക്ഷയാണ് ഉള്ളത് എന്ന് നമ്മൾ എല്ലാ ഘട്ടങ്ങളിലും പറയാറുള്ളതാണ്. പക്ഷേ നിയമം പലപ്പോഴും ഇത് പരിശോധിക്കുമ്പോൾ സ്ഥിരം കുറ്റവാളികളോട് കുറെ കൂടി കർശനമായൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ പൊതുസമൂഹം അംഗീകരിക്കുന്നു. അതായത് ബൈ ലെറ്റർ ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ അതിൻ്റെ ധാർമ്മികത അനുസരിച്ച് സ്ഥിരം കുറ്റവാളികളോട് എടുക്കുന്നൊരു സമീപനമല്ല എന്തെങ്കിലും തരത്തിലുള്ള കേസുകളിൽ ഇതുപോലെ ആകസ്മികമായി ചെന്ന് പെടുന്ന ആളുകളോട് എടുക്കുന്നത് എന്നത് പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അല്ലു അർജുൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല എന്നതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. അത് സ്വാഭാവികമായും എന്തുകൊണ്ടൊരു നടന് നേരെ ഇത്രയും ശക്തമായ ഒരു നടപടി ഉണ്ടായി എന്ന ചോദ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നു. ഒരു വശത്ത് നേരത്തെ ഈ അല്ലു അർജുൻ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നേക്കും ചലച്ചിത്ര രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് കടന്നേക്കും എന്ന സൂചനകളൊക്കെ വരികയൊക്കെ ഉണ്ടായി. എന്നാൽ താൻ അതിനൊന്നും തയ്യാറല്ല എന്ന് അല്ലു അർജുൻ പറയുന്നു. സ്വാഭാവികമായും നമുക്കറിയാം
ഇതുപോലുള്ള തെലുങ്കാന അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് തെലുങ്കാന, ആന്ധ്ര, തമിഴ്നാട് ഈ സ്ഥലങ്ങളിൽ ചലച്ചിത്ര താരങ്ങൾക്ക് വലിയ ജനപ്രീതിയുണ്ട്. അവർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാറുണ്ട്. കേരളത്തിലും ഇപ്പോൾ നമുക്ക് ചലച്ചിത്ര താരങ്ങൾക്ക് അവർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയിൽ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴും ഇത് പലയിടങ്ങളിലും സാധ്യമാണ്. അപ്പോൾ ഇതിനെയൊക്കെ മുൻകൂട്ടി എതിർക്കാനുള്ളൊരു നീക്കമാണോ നടക്കുന്നത് എന്ന് സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റം പറയാനാകില്ല. ഇതിൽ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഒരു കാര്യം മനു, അതിനപ്പുറം ഈ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ബന്ധുവാണ് അല്ലു അർജുന്റെ ഭാര്യ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലയളവിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുമൊക്കെ അല്ലു അർജുൻ കോൺഗ്രസുമായി സഹകരിച്ചില്ല, രേവന്ത് റെഡ്ഡിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് ഇറങ്ങിയില്ല. ഇതിന്റെ പകപോക്കലാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റും മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നാടകങ്ങളും എന്ന ചില രീതിയിൽ വിമർശനമാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. അത്തരമൊരു വ്യക്തിപരമായ വിരോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പകപോക്കൽ, നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ അല്ലു അർജുൻ ഇനി രാഷ്ട്രീയ രംഗത്തേക്ക് വരികയാണെങ്കിൽ അതിനെ ഈ രീതിയിൽ ചെറുക്കുക. പക്ഷെ അത് അല്ലു അർജുനെ പോലുള്ള ഒരു താരത്തിന് അത് കൂടുതൽ ഒരു മൈലേജ് അല്ലേ സൃഷ്ടിക്കുന്നത്. അദ്ദേഹത്തെ അത് വലിയ രീതിയിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് ഒരു പരിധിവരെയും ഗുണം ചെയ്യുകയല്ലേ ഉണ്ടാവുക. ഇതിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ തെലുങ്കാന മുഖ്യമന്ത്രിയോട് ഈ വിഷയം ആളുകൾ ചോദിച്ചു, സ്വാഭാവികമായും മാധ്യമങ്ങൾ ഈ വിഷയങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വളരെ വിചിത്രമായ ഒരു പ്രതികരണമാണ്. ഒരുപക്ഷെ അതിന് കോൺഗ്രസിൽ ന്യായീകരണം ഉണ്ടാക്കാം. തെലുങ്കാന മുഖ്യമന്ത്രി പറഞ്ഞത് അല്ലു അർജുൻ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു മഹാനൊന്നുമല്ല, ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ആളൊന്നുമല്ല. അയാൾ ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിച്ചു, കുറച്ച് പൈസ ഉണ്ടാക്കി. അതിന് പ്രത്യേകിച്ചൊരു വലിയ അംഗീകാരം കൊടുക്കേണ്ട കാര്യം ഒന്നും ഇല്ല, നിയമം അയാൾക്ക് ബാധകമാണ് എന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇതിൽ രാഷ്ട്രീയ പ്രേരണ എന്തെങ്കിലും ഉണ്ടോ എന്ന നിരന്തര ചോദ്യങ്ങളിൽ വ്യക്തമാക്കുന്നത് ഈ ചിരഞ്ജീവി കോൺഗ്രസുമായി ബന്ധമുള്ളയാളാണ്. അല്ലു അർജുൻ്റെ ഭാര്യ പിതാവ് കോൺഗ്രസിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷെ അതൊന്നും ഇവിടെ നോക്കുന്നില്ല. ഇവിടെ അതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു, ആ വിഷയമാണ് പരിഗണനയ്ക്ക് വരുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ ഒരു നിലപാടായി പുറത്തു വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിന് പുറകിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ എന്ന ചോദ്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ അത് കോൺഗ്രസ് പൂർണ്ണമായി നിഷേധിക്കുകയാണ്. പക്ഷേ BJP ഇതിനെ വേറൊരു തരത്തിൽ പ്രയോജനപ്പെടുത്താൻ അവർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും രവി രഞ്ജൻ എന്ന BJP നേതാവുമൊക്കെയാണ് രംഗത്തെത്തിയത്. അവർ പറയുന്നത് ഇത് ഈ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ പോലീസും അതുപോലുള്ള ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങളുമൊക്കെ തകർന്നിരിക്കുകയാണ്. ഇത്തരത്തിലൊരു തിരക്കുണ്ടായാൽ അത് നിയന്ത്രിക്കാനുള്ള ശേഷി പോലീസിനില്ല, പോലീസ് കൈവിട്ടു പോയിരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇതിന് അല്ലു അർജുനെ മാത്രം കുറ്റം പറയുന്നത് അല്ലെങ്കിൽ അല്ലു അർജുൻ മാത്രം ഉത്തരവാദിയാണ് എന്ന് പറയുന്നതോ ശരിയല്ല എന്നൊരു നിലപാട് അവിടെ ഉയരുകയും ചെയ്യുന്നു. ഏതായാലും ടോം സൂചിപ്പിച്ച ഒരു കാര്യം നമ്മൾക്ക് ഒരു പരിധിവരെയും അത് വസ്തുതയല്ലേ മനു? കാരണം നമുക്കറിയാം ഈ അന്നത്തെ ആ തിക്കും തിരക്കും ആ യുവതിയുടെ മരണം സംഭവിച്ചതും ഒക്കെ അതിന് കാരണക്കാരൻ അല്ലു അർജുൻ മാത്രമാണെന്ന് എങ്ങനെ കരുതാൻ കഴിയും? കാരണം പോലീസിനെ മുൻകൂട്ടി അറിയിച്ചിരുന്നു എന്ന് തന്നെയാണ് അല്ലു അർജുനോട് അടുപ്പമുള്ള വൃത്തങ്ങൾ പറയുന്നത്. ഈ പോലീസ് വേണ്ട രീതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായില്ല, ആ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലീസ് ശ്രമിച്ചില്ല, പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി. ഒരു പരിധിവരെയും ആ വീഴ്ച മറയ്ക്കാനുള്ള നീക്കമായി അല്ലു അർജുന്റെ അറസ്റ്റിനെ കാണേണ്ടതല്ലേ? ഇതിൽ രണ്ട് വാദങ്ങളുണ്ട്. ഒന്ന്, അല്ലു അർജുനുമായി ബന്ധപ്പെട്ട ആളുകളും ഇതേ വാദം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇത് ഒരു ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്, ഇത് ഉണ്ടായിപ്പോയി. ഇതിൽ അല്ലു അർജുനെ മാത്രം കുറ്റപ്പെടുത്തുകയോ അല്ല അല്ലു അർജുൻ ഇതിൽ ഒരു പ്രധാന ഉത്തരവാദിയാണ് എന്ന് പറയുന്നത് ശരിയായൊരു നിലപാടല്ല എന്ന അല്ലു അർജുനെ പിന്തുണയ്ക്കുന്ന വിഭാഗം വ്യക്തമാക്കുമ്പോൾ, മറുഭാഗം പോലീസിന്റെ പ്രത്യേകിച്ച് സെൻട്രൽ സോൺ അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് അല്ലു അർജുന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഗുരുതരമായ വീഴ്ച എന്ന് പറയുന്നു. മാത്രമല്ല ഇതിന്റെ സംഘാടകരെ അവർ ശക്തമായി കുറ്റപ്പെടുത്തുന്നു. ഇതുപോലെ വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ അവർ നേരിട്ടെത്തി പ്രധാനപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ച് ആ സാഹചര്യം കൃത്യമായി വിശദീകരിക്കേണ്ടതായിരുന്നു. അതിനു പകരം ഒരു കാഷ്വലായ ഒരു അപേക്ഷ ഏതോ തരത്തിൽ നൽകി
അതിൽ നിന്ന് പോലീസ് പക്ഷേ അവിടെ എത്തി ആവശ്യമായ ഒരു ബന്ദോബസ്ത് തയ്യാറാക്കുന്നതിനൊക്കെ ശ്രമം നടത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ സംഘാടകർക്ക് ഇതിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ. അല്ലു അർജുൻ വരിക, പിന്നെ അവിടെ നിന്ന് ഈ ഇത്രയും തിരക്കിനിടയിൽ ആളുകൾക്ക് നേരെ കൈ വീശുക, ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായ ഒരു തിരക്കുണ്ടാവും. ഇതൊക്കെ മുന്നിൽ കാണാതെ വളരെ അലക്ഷ്യമായ ഒരു പ്രവൃത്തി നടന്നു, അത് അംഗീകരിക്കാൻ കഴിയില്ല, അതിനെതിരെ കർശന നടപടി വേണം എന്ന് പോലീസും നിലപാടെടുക്കുന്നു. സ്വാഭാവികമായും വിഷയം കോടതിക്ക് മുന്നിലാണ്, കോടതി ഇതിൽ വരും. ഇനി മറ്റൊരു വിഷയം കൂടി ഉയർന്നു വരാനുള്ളത് ഈ സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ പ്രോസിക്യൂഷൻ സമീപിക്കുമോ എന്നൊരു ചോദ്യം നിൽക്കുന്നു. അതിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ നമുക്ക് കുറെ കൂടി ഇത് അല്ലു അർജുനെ കേന്ദ്രീകരിച്ച് തന്നെ തെലങ്കാന സർക്കാർ നീങ്ങുന്നു എന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷേ ഏതായാലും ഈ ഒരൊറ്റ പ്രയോഗം കൊണ്ട്, ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒറ്റ പ്രയോഗം കൊണ്ട് അത് ഒരുപക്ഷെ അല്ലു അർജുന് അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കാൻ സാധിക്കും. കാരണം നിരവധി സിനിമാ രംഗത്തുള്ള, ചലച്ചിത്ര രംഗത്തുള്ള ചിരഞ്ജീവി എത്തുന്നു, അദ്ദേഹത്തിൻ്റെ ബന്ധുവായതുകൊണ്ട് എത്തിയതായിരിക്കാം. പക്ഷേ രശ്മിക മന്ദാനയെ പോലുള്ളവർ അല്ലു അർജുനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതിനെതിരെ രംഗത്ത് വരുന്നു. ചലച്ചിത്ര രംഗത്തെ പ്രമുഖർ അല്ലു അർജുൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും അദ്ദേഹത്തോടൊപ്പം നിൽക്കാനും തങ്ങളുടെ പിന്തുണ അറിയിക്കാനും ഒക്കെ വരികയാണ്. ഇത് സിനിമാ രംഗത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന തെലങ്കാന പോലെ ഒരു സംസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കും എന്ന് വ്യക്തമല്ല. അതേസമയം കോൺഗ്രസ് നേതൃത്വം ആകട്ടെ ഇത് അങ്ങനെ വെറുതെ വിടേണ്ട ഒരു കാര്യമല്ല, ഒരു സ്ത്രീ മരിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ്. അതേസമയം അല്ലു അർജുൻ്റെ ഈ അപകടത്തിൽ മരിച്ച ഈ സ്ത്രീയുടെ കുടുംബാംഗങ്ങൾ പോലും ഇപ്പോൾ സർക്കാരിൻ്റെ ഈ കർക്കശ നിലപാടിനോട് യോജിക്കുന്നില്ല എന്നത് ഒരുപക്ഷെ അവരെ പ്രതിരോധത്തിൽ ആക്കുകയും ചെയ്യും. ഏതായാലും കോടതിയിൽ ഈ വിഷയം വന്നപ്പോൾ ഷാറുഖ് ഖാൻ സമാനമായ ഒരു കേസിൽ നേരത്തെ പ്രതിയായിരുന്നു. അദ്ദേഹം ഈ റേസ് എന്ന് പറയുന്ന സിനിമയുടെ ഇതുമായി ബന്ധപ്പെട്ട്, റിലീസുമായി ബന്ധപ്പെട്ട് സമാനമായി പോവുകയും തൻ്റെ ഷർട്ടൂരി അല്ലെങ്കിൽ ഓവർകോട്ട് ഊരി ജനമധ്യത്തിലേക്ക് എറിയുകയും അത് വലിയൊരു തിക്കും തിരക്കും ഉണ്ടാക്കുകയും ക്രമസമാധാനം താളം തെറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിനെതിരെ അങ്ങനെ വലിയൊരു കർശനമായ ഒരു നടപടി സ്വീകരിച്ചില്ല എന്ന കാര്യം കൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസം കോടതിയും അതാണ് പറയുന്നത്, ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് എവിടെയും പോകാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് അങ്ങനെ നിഷ്കർഷിക്കാൻ പറ്റില്ല. പക്ഷേ അതിനുള്ള സംവിധാനം ഒരുക്കേണ്ടതിൻ്റെ കൂട്ടായ ഉത്തരവാദിത്വത്തിൽ എല്ലായിടത്തും പാളിച്ചകളുണ്ടായി. അത് ഒരു സംഘാടകരുടെ ഭാഗത്തു നിന്ന് കൃത്യമായി പോലീസിനെ ധരിപ്പിക്കുന്നതിൽ പാളിച്ചയുണ്ടായി. ഇത്തരം ഒരു സാഹചര്യം മുൻകൂട്ടി കാണുന്നതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പാളിച്ചയുണ്ടായി. അതേപോലെ തന്നെ അല്ലു അർജുനും ഇത് പുഷ്പ പോലെ ഒരു ഒന്നാം പുഷ്പ വലിയ ജനപ്രീതി നേടിയ ഒരു ചിത്രമാണ്. അല്ലു അർജുൻ വലിയ അംഗീകാരവും ഹിറ്റും ഒക്കെ ആയതാണ്. സ്വാഭാവികമായും ആ ജനങ്ങളുടെ, ആരാധകരുടെ ഒരു വലിയ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ഘട്ടത്തിൽ രണ്ടാമത്തെ ഒരു ചിത്രത്തിന് വരുമ്പോൾ കുറെ കൂടി ഒരു ജാഗ്രത പാലിക്കണമായിരുന്നു അന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ അല്ലു അർജുൻ പറയുന്നത് താൻ ഇതിനു മുമ്പ് 30 തവണ ഇതേ സ്ഥലത്ത് പോയിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 30 തവണയിൽ നിന്ന് വ്യത്യസ്തമായി അല്ലു അർജുൻ ചലച്ചിത്ര രംഗത്ത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി 10 മടങ്ങ് അല്ലെങ്കിൽ 100 ഇരട്ടിയായി വർദ്ധിച്ചു എന്നുകൂടി കണക്കാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ പല കോണുകളിൽ നിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ടോം സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയമായി ഇതിനെ ആക്രമിക്കുന്ന ഒരു ശരിയായ നിലപാടല്ല. അല്ലു അർജുൻ എന്തായാലും ഒരു സ്ഥിരം കുറ്റവാളിയല്ല, അല്ലെങ്കിൽ നിരന്തരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആളല്ല. അത്തരം പ്രശ്നങ്ങൾ കൂടി ഒരു നിയമപരമായ കാര്യങ്ങൾ വരുമ്പോൾ പരിഗണിക്കേണ്ടതുണ്ട്. വ്യക്തമാണ്. മനു ഭരത് സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഈ യുവതിയുടെ മരണം ദൗർഭാഗ്യകരമാണ്. പക്ഷെ അവിടെ അല്ലു അർജുൻ്റെ മാത്രം ഭാഗത്താണോ വീഴ്ച ഉണ്ടായത്? പോലീസിന്റെ ഭാഗത്തും ഈ ക്രമസമാധാന പ്രശ്നം ഇത് നിയന്ത്രിക്കാൻ, ഈ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന ആക്ഷേപം മറുവശത്തുണ്ട്. അല്ലു അർജുനോട് കാണിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണോ? ഇതിന് എങ്ങനെയായിരിക്കും തെലങ്കാനയിലും ആന്ധ്രയിലുമൊക്കെ പ്രതിഫലിക്കുക? എന്തായാലും കാത്തിരുന്ന് കാണേണ്ട വിഷയം തന്നെയാണ്.